ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി യേശു കർത്താവ് പറയുക, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു ദൈവ പൈതലിനെ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നത് സമൃദ്ധിയായ ജീവനാണെങ്കിൽ, യേശു വന്നത് ജീവൻ നഷ്ടപ്പെട്ടതിനെ സമൃദ്ധിയായ ജീവൻ നൽകി സന്തോഷത്തോടെ പരിപാലിക്കാനാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നമുക്ക് മാറാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തിരുവഴുത്ത് നമ്മെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തി കഴിഞ്ഞ 38 സംവത്സരമായി വീട്ടിലല്ല താമസിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ ക്ലേശകരമായ അനുഭവം, തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നായിരിക്കാം ഒരുപക്ഷെ സൗഖ്യം ലഭിക്കുന്ന എബ്രായ നാമത്തിൽ ബത്സൈദ എന്നു പേരുള്ള കുളത്തിൻ്റെ കരയിൽ അനേക ദീനക്കാർ, വ്യാധിക്കാർ രോഗസൗഖ്യത്തിനായി കിടക്കുന്ന ഇടത്ത് കൊണ്ട് കിടത്തി. പക്ഷേ കഴിഞ്ഞ 38 വർഷമായിട്ടും സൗഖ്യമാകുന്നവരെ കണ്ടതല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അരികിലേക്ക് യേശു വന്നിട്ട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ മനുഷ്യനെ ഒന്ന് പരിശോധിച്ചേ. നിരാശയുടെ പര്യായമായ മനുഷ്യൻ, ജീവച്ഛവമായി കിടക്കുന്ന മനുഷ്യൻ, ജീവനുണ്ട് പക്ഷേ സ്വന്തം ദിനചര്യകൾ പോലും ചെയ്യാൻ പ്രാപ്തിയില്ലാതെ കിടക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെ ഒരു സൗഖ്യത്തിലേക്ക് നയിക്കാൻ ഇപ്പോൾ ആരുമില്ല. യേശു ചോദിച്ചപ്പോൾ അവൻ പറയുക, കുളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. താൻ ഇതുവരെ കണ്ടിരിക്കുന്നത് കുളം കലങ്ങിയുള്ള അത്ഭുതകരമായ സൗഖ്യമാണെങ്കിൽ അതിലേക്ക് തനിക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല. യേശു അവനോട് പറയുക, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. നിരാശപ്പെട്ട് കിടക്കുന്നവനെ, സ്വന്തം ജീവിതകാര്യം പോലും ചെയ്യാൻ കഴിയില്ലാത്തവനെ യേശുവിൻ്റെ വാക്ക് ജീവനിലേക്ക് നയിക്കാനിടയായെങ്കിൽ, ഈ മനുഷ്യൻ ഇന്ന് ഒരത്ഭുതമായി മാറിയെങ്കിൽ, തൻ്റെ വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, അവിടെ കിടക്കുന്നവർക്കൊക്കെ താൻ ഒരു അത്ഭുതമായി മാറിയത് യേശുവിൻ്റെ വാക്കിലൂടെയാണെന്ന് തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, മിത്രമേ, പ്രിയ ദൈവ പൈതലേ, നിരാശപ്പെടണ്ട. യേശു നിനക്ക് ജീവൻ നൽകും. ഭാരപ്പെടണ്ട, യേശു നിൻ്റെ ഭാരത്തെ അഴിക്കും. പ്രയാസപ്പെടണ്ട, യേശു നിൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായവനാ. യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ പിന്നാലെ നടന്നവരാരും ലജ്ജിച്ചു പോകാൻ അനുവദിച്ചിട്ടെങ്കിൽ, യേശുവിനെ നോക്കിയവരാരും ലജ്ജിച്ചു പോകാൻ ഇടയാക്കിയിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്ക്. നിനക്ക് ആശ്വാസം പകരാൻ, സന്തോഷം നൽകാൻ, സമാധാനം നൽകാൻ, നിരാശ മാറ്റി പ്രത്യാശയിലേക്ക് നയിക്കാൻ യേശുവിൻ്റെ കരം ശക്തമാണ്. യേശു പറഞ്ഞു, ഞാൻ ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാൻ, നിന്റെ ഭാരം എടുത്തു മാറ്റി നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒരു അത്ഭുതമാക്കാൻ, ജീവിതത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, അതേ കുളക്കരയിൽ നിന്ന് ജീവനോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ, സന്തോഷത്തോടെ ഭവനത്തിലേക്ക് നടന്നു പോകുന്ന ആ മനുഷ്യനെ നോക്കിക്കേ. യേശുവിൻ്റെ വചനത്തിൽ നിന്നെ ചലിപ്പിക്കാൻ കഴിയും. യേശുവിൻ്റെ വാക്കുകൾക്ക് നിനക്ക് ജീവൻ നൽകാൻ കഴിയും. യേശുവിൻ്റെ വാക്ക് നിന്നെ അനുഗ്രഹമാക്കാൻ കഴിയും. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്ന ദൈവശബ്ദമാണിത്. നിരാശകളെ മാറ്റുക, യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകാതെ അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാപ്തമാക്കും. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.